ഇതാണ് സർക്കാർ, ഇതാവണം സർക്കാർ. 51 വെട്ടുവെട്ടി യാതൊരു ദയവുമില്ലാതെ സ്വന്തം പാർട്ടി അനുഭാവിയായിരുന്ന ഒരു മനുഷ്യനെ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ യാതൊരു ദയവുമില്ലാതെ കൊന്നു തള്ളിയിട്ട് ആ കേസിലെ പ്രതികളെ പോലും സംരക്ഷിക്കാനും ജയിലിൽ അയച്ചതിനു ശേഷം പോലും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും മുന്നിട്ടിറങ്ങിയിട്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ ഇതേ ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയായ ഭാര്യ കെ രമയോട് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു കെ രമയുടെ താളത്തിനൊത്ത് തുള്ളാനാകില്ല. സുപ്രീം കോടതിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രമ അനാവശ്യമായി സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണെന്നും സർക്കാർ അഭിഭാഷകൻ ആരോപിച്ചു. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനും കെ രമയുടെ സീനിയർ അഭിഭാഷകനും തമ്മിൽ ഇതിനെ ചൊല്ലി രൂക്ഷമായ തർക്കവുമുണ്ടായി. ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനും കെ രമയുടെ സീനിയർ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായത്. കേസിൽ സർക്കാരും കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്ന് രമയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത് ആരോപിച്ചു. ഇതിൽ പ്രകോപിതയായാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ പി.വി. ദിനേശ് ശക്തമായ എതിർപ്പ് കോടതിയെ അറിയിച്ചത്. കേസിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ താൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട്, താൻ നിലപാട് പറഞ്ഞിട്ടില്ല, പിന്നെങ്ങനെയാണ് സർക്കാർ കുറ്റവാളികളുമായി ഒത്തുകളിക്കുന്നു എന്ന് പറയാൻ കഴിയുക എന്ന് ദിനേശ് ചോദിച്ചു. രമയുടെ അഭിഭാഷകൻ ഗാലറിക്ക് വേണ്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും സർക്കാർ ആരോപിച്ചു. പരാതിക്കാരിയുടെ താളത്തിനൊത്ത് തുള്ളാനാകില്ല എന്നും സീനിയർ അഭിഭാഷകൻ പി.വി. ദിനേശ് കോടതിയിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകുന്ന, സ്ത്രീയെ ബഹുമാനിക്കുന്ന, സംഘടനാ തലത്തിൽ പോലും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ അഹോരാത്രം പ്രയത്നിച്ച ഒരു മനുഷ്യന്റെ ഭാര്യയെ, അതും വിധവയെ, ഇത്രയും ദയയില്ലാതെ ആക്ഷേപിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എന്തു പറയണം സർക്കാരെ നിങ്ങളോട്.